എന്താണ് അയാൾ പറയുന്നത്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടതു കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഇടത് കൈ ഇല്ല. 2004 സെപ്റ്റംബറിലാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. ഈ പുസ്തകം പുറത്തു വന്നത് മുതൽ മുജാഹിദുകൾ പറയുന്നത് അവർ പ്രചരിപ്പിക്കുന്ന അള്ളാഹുവിന് ഇടത്തെ കൈയില്ല, രണ്ട് കൈയും വലത്തെ കൈയാണ്. മുജാഹിദുകളിൽ ഇപ്പൊ ഭയങ്കര തർക്കമാണ്. അള്ളാഹുവിന്റെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളിൽ രണ്ടും അത് വലതുഭാഗത്താണോ അല്ല ഒന്ന് ഇടതുഭാഗത്താണോ, ഭയങ്കര തർക്കമാണല്ലോ. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കണമല്ലോ. അള്ളാഹിനെ സംബന്ധിച്ച് തന്നെ ഒരു കൃത്യമായ പഠനം നടത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടക്കുമ്പോ ആ പഠനത്തിൽ മുജാഹിദുകൾ പറയുകയാണ്, ചിലപ്പോ ഈ ചിത്രം അവർക്ക് കിട്ടിയത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ രൂപം അവർക്ക് കിട്ടിയത് മുജാഹിദുകൾ ഈ അടുത്ത് കോഴിക്കോട് നടത്തിയ ഒരു നേരം പോക്ക് പരിപാടി, കുറെ ഫ്ലെക്സ് ബോർഡുകൾ പ്രദർശിപ്പിച്ച പരിപാടിയിൽ അള്ളാന്റെ ഫോട്ടോയും കൂടി കിട്ടിയാൽ പ്രദർശിപ്പിക്കാം ഏതെങ്കിലും ഫ്ലെക്സ് ബോർഡിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് മുജാഹിദുകൾ ആകാശത്തിൽ എവിടെയെങ്കിലും തെരഞ്ഞു നടന്നപ്പോ കണ്ട ഒരു പടച്ചോന്റെ രൂപമായിരിക്കണത്, മുജാഹിദ് പടച്ചോൻ. അങ്ങനെ ആ രൂപത്തിന് പക്ഷേ ഇടത്തെ കൈയില്ല. ഇടത്തെ കൈയില്ല എന്ന് കണ്ടപ്പോ പിന്നെ എന്തായിരുന്നാലും പ്രദർശിപ്പിക്കേണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർ പ്രദർശിപ്പിക്കാതിരുന്നത്. അല്ലാതെ ഈ വിവരം മുജാഹിദുകൾക്ക് പുതുതായി ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയതാ? അപ്പൊ ഇബ്നു തൈമിയ പറഞ്ഞ അല്ലാഹ് ഇപ്പൊ ഇല്ല, ഇബ്നു അബ്ദുൽ വഹാബ് പ്രചരിപ്പിച്ച അല്ലാഹ് ഇപ്പൊ ഇല്ല. അങ്ങനെ തുടങ്ങിയിട്ട് വക്കം മൗലവി വിശ്വസിച്ച, കെ.എം. മൗലവി പ്രചരിപ്പിച്ച 2004 സെപ്റ്റംബറിന്റെ മുമ്പ് മുജാഹിദുകൾ അംഗീകരിച്ച ഒരു പടച്ചവൻ മുജാഹിദുകൾക്ക് ഇന്ന് ഇല്ല. ആ പടച്ചവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോരാ, ഇത്രകാലം മുജാഹിദീങ്ങൾ പറഞ്ഞ വേറൊരു ആശയം എന്താണ്? അവർ പറഞ്ഞത് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ വേഗം ഉത്തരം പറയണം, ആകാശത്തിലാണ്. അള്ളാഹ് എവിടെ? ആകാശത്തിൽ. അവര് ഇത്രകാലം പറഞ്ഞ ഒരു മറുപടിയാണ്. എന്നാൽ ഇന്ന് മുജാഹിദ് ഈ ആശയവും മാറ്റി അള്ളാന്റെ സ്ഥലവും മാറ്റിയിട്ടുണ്ട്. കാരണം ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ ഒക്കെ മനുഷ്യന്മാർ പോകുമ്പോ അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അള്ളാഹ് ഇടത്തെ കൈയില്ലാത്തൊരു രൂപം കണ്ടാൽ ഇതല്ലേ മുസ്ലിങ്ങളെ അള്ളാഹ് എന്ന് ആളുകൾ അവര് നമ്മളെ പരിഹസിക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മുജാഹിദുകൾ പ്രതിഷ്ഠിച്ച അള്ളാനെ അവർ സ്ഥലവും ഇപ്പൊ മാറ്റിയിരിക്കുകയാണ്. മുജാഹിദുകൾ അൽമനാറിൽ എടുത്തു എഴുതി അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ ആകാശത്തിൽ എന്ന് പറയണം. എന്നാൽ ഈ പുസ്തകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെന്താ പുസ്തകം? ആരാണ് അള്ളാഹു എന്ന് പറയുന്ന പുസ്തകമാണ്. ആരാണ് അള്ളാഹു? മുജാഹിദുകളുടെ ISM കേരള പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹ് ആകാശത്തിൽ ഇല്ല, അള്ളാഹ് ആകാശത്തിന്റെ പുറത്താണ് എന്നാണ്. അള്ളാഹ് ആകാശത്തിന്റെ പുറത്തായി. ഇത്രകാലം അള്ളാഹ് ആകാശത്തിന്റെ ഉള്ളിൽ, ആകാശത്തിൽ എന്ന് തന്നെ മറുപടി പറയണമെന്നാ പഠിപ്പിച്ചത്. ഇപ്പൊ ആകാശത്തിന്റെ പുറത്തായി, സ്ഥലവും മാറി. അള്ളാന്റെ സ്ഥലവും മാറി, അള്ളാന്റെ രൂപവും മാറി. ഇപ്പൊ അള്ളാനെ കാണാൻ എന്ത് ഭംഗിയുണ്ടാകുക? ഇടത്തെ കൈയില്ല, രണ്ട് കൈയും വലത്തെ കൈയാ. മുജാഹിദിന്റെ അള്ളാഹ് കേട്ടോ. ഇങ്ങനെ നാളെ ഇനി മുജാഹിദിന്റെ അള്ളാഹ് എന്താകും നമുക്ക് പറയാനായിട്ടില്ല. കാരണം കൃത്യമായ പഠനങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പോലും കൃത്യതയില്ലാത്ത, വ്യക്തതയില്ലാത്ത, പൂർവകാല മുസ്ലിങ്ങളുടെ വഴികളിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് തൗഹീദ് പറഞ്ഞിവിടെ നിലനിൽക്കാനുള്ള യാതൊരുവിധ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ വളരെ നന്നായി മനസ്സിലാക്കുകയും അവരുടെ സമ്മേളനങ്ങളും അവരുടെ പ്രഭാഷണ പരിപാടികൾക്കൊക്കെ തൗഹീദ് പേരിട്ടുകൊണ്ട് നമ്മളെ സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഒന്നാമതായി ഈ വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തൗഹീദ് പറയാനോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അവകാശമില്ലാത്തൊരു വിഭാഗമാണ് മുജാഹിദുകൾ. ഇവരാണ് നമ്മളുടെ പേരിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ശിർക്ക് ആരോപണത്തിന്റെ പിന്നിലെ രഹസ്യം അവരുടെ പ്രസ്ഥാനത്തിലെ ആദർശ വൈകല്യങ്ങളും ശിർക്കും മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുകയും ഇതുപോലെയാണ് അവരുടെ എല്ലാ വിശ്വാസങ്ങളും. പ്രവാചകനെ പറ്റി, സ്വഹാബികളെ സംബന്ധിച്ച്, മറ്റു വിഷയങ്ങളിൽ എല്ലാം, ഇസ്ലാമിന്റെ കർമ്മപരമായ വിഷയങ്ങളിൽ എല്ലാം അഹ്ലുസുന്നയുടെ ആ ഋജുവായ മുസ്തഖീമായ ചൊവ്വായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയി അള്ളാഹുവിന്റെ ദീനിന്റെ ശുദ്ധമായ കളങ്കരഹിതമായ ആദർശങ്ങളെ കളങ്കപ്പെടുത്തി ഞങ്ങളോടൊപ്പം ഖുർആനുണ്ട്, ഹദീസുണ്ട് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ഈ സമൂഹത്തെ പിഴവിന്റെ വഴിയിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ നാം വളരെ നന്നായി തിരിച്ചറിയുകയും അതിൽ നിന്ന് മോചനം നേടേണ്ടുന്ന ആളുകൾ മോചനം നേടുകയും ചെയ്ത് അള്ളാഹു നമുക്ക് നൽകിയ മുസ്തഖീമായ വഴി, പൂർവീകർ നടന്നുപോയ വഴി, ആ വഴിയിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടണം. വകൂനു മഅസ്സാദിഖീൻ, സത്യം പറയുന്നവർ, സത്യവാന്മാരായ ആളുകൾ, അവരോടൊപ്പം നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര പരിപാടിയിലേക്ക് പ്രവേശിക്കാം. ചോദിക്കുക, അതിന് ഉത്തരം കാണുക, പഠിക്കുക എന്നതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ബാധ്യതയുള്ള ഒരു വിഷയമാണ്. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ എപ്പോഴും നമുക്ക് എല്ലാ വിഷയത്തിലും അതിന് പ്രാപ്തരായ ആളുകൾ, ആ ആളുകളെ ലഭിച്ചുകൊള്ളണമെന്നില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിന്റെ മറുപടികൾ കൃത്യമായി പഠിച്ച പണ്ഡിതന്മാര്, അതിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ ആ വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നല്ല ബുദ്ധിയോടുകൂടെ എനിക്ക് ഇന്ന സ്ഥലത്തുനിന്നുണ്ടായ ആ സംശയം നീങ്ങിക്കിട്ടണം, ഇന്ന ആൾ എന്റെ മനസ്സിലേക്ക് ഇട്ടു തന്ന ആ സംശയം അത് നീങ്ങിക്കിട്ടണം എന്ന ചിന്താഗതിയിൽ, അത് മൗലവിയായിരുന്നാലും നാട്ടിലെ സാധാരണ പ്രവർത്തകനായിരുന്നാലും ഏതെങ്കിലും കേസറ്റിലൂടെ ആയിരുന്നാലും പുസ്തകത്തിലൂടെ ആയിരുന്നാലും നമ്മുടെ മനസ്സിലുള്ള ആ സംശയങ്ങൾ, അവർ സംശയം ജനിപ്പിക്കുന്ന വിഷയങ്ങൾ അത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ആശയ പ്രചരണ രംഗത്തും അതിന്റെ നിലനിൽപ്പിന്റെ വിഷയത്തിലും കൂട്ടായ മുന്നേറ്റങ്ങൾ നടത്തി അഹ്ലുസുന്നയുടെ ഇസ്സത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി നാം ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നുണർത്തി